വാളമീൻ കൽപ്പിക്കുന്നു. പണ്ടൊരിക്കൽ ഒരിടത്തൊരു വൃദ്ധന് 3 പുത്രന്മാരുണ്ടായിരുന്നു. 2 പേർ ബുദ്ധിമാന്മാരും മൂന്നാമനായ യമേല്യ ഒരു മണ്ടനുമായിരുന്നു. മൂത്ത സഹോദരന്മാർ 2 പേരും എപ്പോഴും പണിയെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ യമേല്യ അടുപ്പിൻ തിണ്ണയിൽ കിടന്നാണ് സമയം കഴിച്ചിരുന്നത്. ഒരു ദിവസം മൂത്ത സഹോദരന്മാർ ഇരുവരും ചന്തയിലേക്ക് പോയി. അവരുടെ ഭാര്യമാർ പറഞ്ഞു, യമേല്യ, പോയി കുറെ വെള്ളം കൊണ്ടുവരൂ. അടുപ്പിൻ തിണ്ണയിൽ കിടന്നുകൊണ്ട് യമേല്യ മറുപടി പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാൻ ഇഷ്ടമല്ല. നീ പോയില്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ വരുമ്പോൾ നിനക്ക് സമ്മാനമൊന്നും കൊണ്ടുവരികയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാം. യമേല്യ താഴെ ഇറങ്ങി ബൂട്ടുകൾ ധരിച്ചു. കുപ്പായം എടുത്തിട്ടുകൊണ്ടവൻ 2 തൊട്ടികളും ഒരു കോടാലിയുമായി പുഴയിലേക്ക് പോയി. അവൻ കോടാലി കൊണ്ട് വെട്ടി ഐസിലൊരു ദ്വാരമുണ്ടാക്കി. വെള്ളം മുക്കിയെടുത്ത് തൊട്ടികൾ നിറച്ചുവെച്ച ശേഷം അവൻ ഐസിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊരു വാളമീൻ നീന്തി കളിക്കുന്നത് അവൻ കണ്ടു. അവൻ കൈയിട്ട് മീനിനെ പുറത്തെടുത്തു. ഇന്ന് അത്താഴത്തിന് മീൻ സൂപ്പ് കുടിക്കാം, അവൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. എന്നാൽ മീൻ മനുഷ്യത്വത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ വിട്ടേക്കൂ യമേല്യ, ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം. യമേല്യ ചിരിച്ചുപോയി. നീ എനിക്ക് എന്ത് ഉപകാരം ചെയ്യാനാണ്? ഇല്ല, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ജ്യേഷ്ഠന്മാരോട് സൂപ്പ് വെച്ച് തരാൻ പറയും. എനിക്ക് മീൻ സൂപ്പ് വളരെ ഇഷ്ടമാണ്. വാളമീൻ വീണ്ടും വീണ്ടും യാചിച്ചു, യമേല്യ, എന്നെ വിട്ടയക്കൂ, ഞാൻ നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാം. ശരി, യമേല്യ പറഞ്ഞു, നീ എന്നെ പറ്റിക്കുകയില്ലെന്ന് തെളിയിച്ചാൽ ഞാൻ നിന്നെ വിടാം. നീ എന്താണ് ആഗ്രഹിക്കുന്നത് യമേല്യ? മീൻ ചോദിച്ചു. ഒറ്റത്തുള്ളി വെള്ളം പോലും തുളുമ്പാതെ ഈ തൊട്ടികൾ താനെ വീട്ടിലെത്തണം. ശരി, വാളമീൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. ഉടൻ തന്നെ വിചാരിച്ച കാര്യം സാധിക്കും. യമേല്യ ഉടൻ തന്നെ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. തൊട്ടികളെ, താനെ വീട്ടിൽ പോകൂ. അപ്പോൾ തന്നെ തൊട്ടികൾ നടന്ന് കുന്നുകയറി യമേല്യ മീനിനെ വെള്ളത്തിലിട്ടിട്ട് തൊട്ടികളുടെ പിന്നാലെ നടന്നു. ഗ്രാമീണ വീഥിയിലൂടെ തൊട്ടികൾ നടന്നു പോകുന്നത് കണ്ട് ആളുകൾ അമ്പരന്നു. യമേല്യ അടക്കിച്ചിരിച്ചുകൊണ്ട് പിന്നാലെ നടന്നുപോയി. തൊട്ടികൾ നേരെ യമേല്യയുടെ വീട്ടിലേക്ക് ചെന്ന് ഒരു ബെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നു. യമേല്യ ആകട്ടെ അടുപ്പിന്റെ തിണ്ണയിൽ വീണ്ടും സ്ഥലം പിടിച്ചു. കുറെ സമയം കഴിഞ്ഞ് ജ്യേഷ്ഠത്തിമാർ യമേല്യയെ വിളിച്ചു പറഞ്ഞു, യമേല്യ, അവിടെ ഇങ്ങനെ വെറുതെ കിടക്കാതെ പോയി കുറെ വിറക് കീറിക്കൊണ്ടുവാ. എനിക്ക് വയ്യ, എനിക്കിഷ്ടമില്ല, യമേല്യ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ മടങ്ങി വരുമ്പോൾ നിനക്കൊന്നും കിട്ടുകയില്ല. യമേല്യയ്ക്ക് അടുപ്പിന്റെ തിണ്ണയിൽ നിന്ന് ഇറങ്ങാൻ മനസ്സിലായിരുന്നു. അവൻ വാളമീന്റെ കാര്യം അപ്പോഴാണ് ഓർത്തത്. ആരും കേൾക്കാതെ അവൻ മന്ത്രിച്ചു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കോടാലി, പോയി കുറെ വിറക് കീറൂ. വിറകെ, നിങ്ങൾ വീട്ടിനുള്ളിലെത്തി അടുപ്പിനകത്തേക്ക് ചാടിക്കയറൂ. അത്ഭുതം! ബെഞ്ചിനടിയിലിരുന്ന കോടാലി മുറ്റത്തേക്ക് ഓടിച്ചെന്ന് വിറക് കീറി തുടങ്ങി. വിറക് കമ്പുകൾ വീട്ടിനുള്ളിലെത്തി അടുപ്പിൽ ചാടിക്കയറി. പിന്നെയും കുറെ സമയം കഴിഞ്ഞു. ജ്യേഷ്ഠത്തിമാർ പിന്നെയും യമേല്യയെ വിളിച്ചു. യമേല്യ, വിറക് മുഴുവൻ തീർന്നു, നീ കാട്ടിൽ പോയി കുറെ തടി വെട്ടിക്കൊണ്ടുവരൂ. അടുപ്പിന്റെ തിണ്ണയിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് യമേല്യ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാതെ എന്താ? നീ എന്താണ് ഈ പറയുന്നത് യമേല്യ? പെണ്ണുങ്ങൾ ചോദിച്ചു. കാട്ടിൽ പോയി തടി വെട്ടിക്കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ജോലിയല്ല. എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, യമേല്യ പറഞ്ഞു. എന്നാൽ നിനക്ക് സമ്മാനമൊന്നും കിട്ടുകയുമില്ല.
എംഎൽഎക്ക് പോകാതെ നിവൃത്തിയില്ലായിരുന്നു. അവൻ അടുപ്പിൻ തിണ്ണയിൽ നിന്നും താഴെ ഇറങ്ങി ബൂട്ടുകളും കുപ്പായവും ധരിച്ചു. ഒരു കയറും ഒരു കോടാലിയും എടുത്തുകൊണ്ട് മുറ്റത്ത് നിന്ന് തെന്നുവണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു: പെണ്ണുങ്ങളെ പടിവാതിൽ തുറക്കിൻ. അവന്റെ ജ്യേഷ്ഠിമാർ പറഞ്ഞു: എടാ മണ്ട, നീ തെന്നുവണ്ടിയിൽ എന്തു ചെയ്യാണ്? നീ കുതിരയെ അതിൽ കെട്ടിയിട്ടില്ലല്ലോ. എനിക്ക് കുതിരയുടെ ആവശ്യമില്ല, എംഎൽഎ പറഞ്ഞു. സ്ത്രീകൾ പടിവാതിൽ തുറന്നു. എംഎൽഎ ഇങ്ങനെ മന്ത്രിച്ചു: വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. തെന്നുവണ്ടി കാട്ടിലേക്ക് പോകൂ. തെന്നുവണ്ടി പടികടന്ന് അതിവേഗം കാട്ടിലേക്ക് പാഞ്ഞു. കുതിരപ്പുറത്ത് പോലും അതിനോടൊപ്പം എത്തുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാട്ടിലേക്കുള്ള വഴി ഒരു പട്ടണത്തിന്റെ മധ്യത്തിലൂടെയായിരുന്നു. തെന്നുവണ്ടി പലരുടെയും ദേഹത്ത് മുട്ടി. പലരും അതിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞു. പട്ടണവാസികൾ വിളിച്ചു പറഞ്ഞു: അവനെ തടഞ്ഞു നിർത്തണം, അവനെ പിടിച്ചു നിർത്തണം. എംഎൽഎക്ക് കൂസലില്ലായിരുന്നു. അവൻ തെന്നുവണ്ടിയോട് കൂടുതൽ വേഗം ഓടാൻ പറയുക മാത്രമാണ് ചെയ്തത്. കാട്ടിലെത്തിയ ഉടൻ വണ്ടി നിർത്തിയിട്ട് അവൻ പറഞ്ഞു: വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കോടാലി, കുറെ ഉണങ്ങിയ തടി വെട്ടിയിടൂ. തടികളെ നിങ്ങൾ വണ്ടിയിൽ കയറിയിരുന്ന് സ്വയം അടക്കി വെച്ച് കയറുകൊണ്ട് കെട്ടു. കോടാലി ഉണങ്ങിയ തടികൾ മുറിച്ചിട്ട് കീറി വിറകാക്കി. വിറകുമ്പോൾ ഓരോന്നായി വണ്ടിയിൽ കയറിയിരുന്ന് ഒരുമിച്ച് കെട്ടി. നല്ല കനമുള്ള ഒരു കുറുവടി വെട്ടിത്തരാൻ എമേലിയ കോടാലിയോട് പറഞ്ഞു. അത് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി വിറകുകളെ മുകളിൽ ഇരുന്നുകൊണ്ട് മന്ത്രിച്ചു: വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. തെന്നുവണ്ടി വീട്ടിലേക്ക്. തെന്നുവണ്ടി വളരെ വേഗത്തിൽ ഓടി. താൻ പലരെയും തള്ളിയിടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത പട്ടണത്തിൽ എംഎൽഎ എത്തി. അവിടെ അനേകം പേർ അവനെ പിടിക്കാൻ തയ്യാറായി നിന്നിരുന്നു. അവർ അവനെ തെന്നുവണ്ടിയിൽ നിന്ന് വലിച്ചു താഴെയിട്ട് അടിക്കാനും തുഴിക്കാനും തുടങ്ങി. താൻ ആപത്തിലകപ്പെട്ടിരിക്കുകയെന്ന് മനസ്സിലായ ഉടൻ എംഎൽഎ ഇങ്ങനെ മന്ത്രിച്ചു: വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കുറുവടി, ഇറങ്ങി വന്നവരെ പൊതിരെ തല്ലു. കുറുവടി ചാടിച്ചെന്ന് അടി തുടങ്ങി. പട്ടണവാസികൾ പരിഭ്രാന്തരായ നാലുപാടും ഓടി. എംഎൽഎ വീട്ടിലെത്തി അടുപ്പിന് തിണ്ണയിൽ കയറി കിടന്നു.